ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ 2ാം ദിവസത്തിലാണ്. ഈ 2ാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ 2ാം ദിവസം നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് ടോട്ടൽ സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിന്റെ മുൻപില് മുഴുവനായി സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളെക്കുറിച്ചും ഇന്നും ഇച്ഛാപങ്കത്തോടെ വൈ എന്നും വാട്ടെന്നും ഒക്കെ ചോദിക്കുന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ എടുത്തു വെച്ച് അമ്മയുടെ ജീവിതത്തോട് ചേർന്നിരുന്നുകൊണ്ട് സ്വർഗത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഈ 2ാം ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ദൈവത്തിൽ സ്വയം സമർപ്പിച്ചതിന്റെ പ്രതീകമാണ് നമുക്കെല്ലാം അറിയാവുന്ന വചനം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വചനം. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ. അത് സ്വയം താഴ്ത്തി കൊടുത്തുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സറണ്ടർ ഉണ്ട്. നമ്മുടെയൊക്കെ ദൈവത്തെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചാലും പലപ്പോഴും ആ സമർപ്പണം പൂർണ്ണമാകാറില്ല. പലപ്പോഴും ആ സമർപ്പണത്തിന്റെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ വീണ്ടും നമുക്ക് ദൈവപ്രവർത്തികൾ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതം നിറവേറുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പരിശുദ്ധ അമ്മയില് ഇതാ കർത്താവിന്റെ ദാസി എന്ന് അമ്മ പറഞ്ഞപ്പോ പരിശുദ്ധാമ്മ വന്ന് നിറഞ്ഞതിന് ശേഷം അമ്മ പിന്നീട് തന്റെ ജീവിതത്തിന് വേണ്ടി തനിക്ക് വേണ്ടി ജീവിച്ചതായിട്ട് കാണുന്നില്ല. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലെ സെൽഫിഷുകൾ വലിയ മേഖലകളിലുണ്ട് എങ്കിൽ അതിന് കാരണം ടോട്ടൽ സറണ്ടർ ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവപ്രവർത്തിക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് എന്റെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും ഞാൻ എന്റെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് സ്വയം വിട്ടുകൊടുക്കുക. നാളെ എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ പോലും പൂർണ്ണമായിട്ട് ഞാൻ ദൈവത്തിന് എന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ശരിക്കുമുള്ള എന്റെ ജീവിതത്തിന്റെ സ്വർഗീയ വഴികൾ എന്റെ മുമ്പിൽ ഓപ്പൺ ആകുക. അവിടെ എനിക്ക് ആ യാത്രയിൽ എനിക്ക് മടുപ്പ് വരില്ല, ആ യാത്രയിൽ എനിക്ക് വേദനകൾ ഉണ്ടാകുന്നില്ല. മറിച്ച് അതെല്ലാം എന്റെ ദൈവത്തിന്റെ മുൻപിൽ അർപ്പിക്കപ്പെട്ട ഒരു മധുരതരമായ എക്സ്പീരിയൻസ് ആയിട്ട് മാറും. ടോട്ടൽ സറണ്ടർ എവിടെ നടക്കുന്നോ അവിടെയാണ് ദൈവത്തിന്റെ മിറക്കിളുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഇന്ന് ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ 2ാം ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ മിറക്കിളുകൾ സംഭവിക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.